എത്ര വലിയ ബ്രാൻഡിൻ്റെ വണ്ടിയാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിൽ വണ്ടി ഓടി തെളിയിച്ച് തന്നെ പറ്റുള്ളൂ. തുടക്കകാലത്തൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ വാഹനം പിന്നെ മാർക്കറ്റിൽ ക്ലിക്ക് ആവാൻ പാടാണ്. അങ്ങനെയുള്ളിടത്തു നിന്ന് ബിൽഡ് ക്വാളിറ്റിക്കും സേഫ്റ്റിക്കും ഇത്രയും നെഗറ്റീവ്സ് വന്നിട്ടും ബലേനോ നടത്തിയൊരു തിരിച്ചുവരവുണ്ട്. ഇന്ന് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ഹോട്ട് ഹാച്ച് ബാക്ക് കാറ്റഗറിയിൽ 50% മുകളിൽ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നൊരു വണ്ടിയാണ് ബലേനോ. ഈ വണ്ടി എടുക്കണോ അതോ ഫ്രോങ്സ് എടുക്കണോ, i20യിലേക്ക് പോകണോ, അല്ലെങ്കിൽ വേറെ ഹാച്ച് ബാക്കുകൾ നോക്കണോ എന്ന് വെച്ച് പലരും വിളിക്കാറുണ്ട്. ഇപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പലരും വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 10 ലക്ഷം രൂപയിൽ താഴെ ഇത്രയും നല്ലൊരു വണ്ടി, ആ ഒരു പൈസയ്ക്ക് ഈ വണ്ടി മുതലാണ്. കാരണം വണ്ടി നമുക്ക് ട്രാവൽ ചെയ്യാൻ തരുന്നൊരു കംഫർട്ട്, അതേപോലെ തന്നെ സസ്പെൻഷൻ, ഹാൻഡ്ലിങ്, പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു അഫോർഡബിലിറ്റി, ഇതിൻ്റെ സ്പെയർ ആണെങ്കിലും സർവീസ് കോസ്റ്റ് ആണെങ്കിലും വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കാൻ വരുന്ന മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ പലരും ഇപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്കാണ് പോകുന്നത്. ഓട്ടോമാറ്റിക്കലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു ഗിയർ ബോക്സ്, പഴയ CVT ഗിയർ ബോക്സ് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പലരും ഈ ഒരു AMTയിലേക്ക് പോകണോ, ലാഗ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കൊന്ന് കാല് കൊടുത്തു നോക്കാം. നിങ്ങൾ കാല് കൊടുക്കുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് കണ്ടോ, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത്രയും അടിപൊളിയാണ്. മാരുതി CVT ഗിയർ ബോക്സ് ഒഴിവാക്കിയപ്പോൾ അവർ അതിനുള്ള പെർഫോമൻസ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ CVT ഓളം എന്ന് പറയുന്നില്ല, CVT പോലെ. പക്ഷേ മൈലേജ് നോക്കുമ്പോൾ CVTനേക്കാളും മൈലേജും കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഓട്ടോമാറ്റിക്കിൽ തന്നെ 16-18 മൈലേജ് എങ്ങനെയായാലും കിട്ടുന്നുണ്ട്. കോഴിക്കോടിൻ്റെ ഒരു ഭാഗത്ത് മഴയും ഒരു ഭാഗത്ത് വെയിലുമാണ്. ബൈപ്പാസിലൊക്കെ വണ്ടിയുടെ പെർഫോമൻസും ഹാൻഡ്ലിങ്ങും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. പഴയ ബലേനോയേക്കാളും പുതിയ ബലേനോയിലേക്ക് വന്നപ്പം 60 കിലോ വണ്ടിയുടെ ബോഡി വെയിറ്റ് ടോട്ടൽ കൂടിയിട്ടുണ്ട്. ട്രാഫിക്കിലൊക്കെ AMT ഗിയർ ബോക്സ് നമുക്ക് ഭയങ്കര ഒരു മൈൻഡ് ഭയങ്കര റിലാക്സ് ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. ഓവറോൾ വണ്ടി നോക്കിക്കഴിഞ്ഞാലും വണ്ടിയുടെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ വീതി കുറച്ച് നീളം കൂട്ടിയപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഓവറോൾ ഈ വണ്ടി കാണാനുള്ള ഭംഗി തന്നെയാണ്. പിന്നെ വണ്ടിയുടെ പെർഫോമൻസിൽ എന്തായാലും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും. 10 ലക്ഷം രൂപയിൽ താഴെ